എപ്രകാരമാണോ സൂര്യൻ എല്ലാ വസ്തുക്കളിലും പ്രതിഫലിക്കുന്നത്, നിങ്ങൾ ഒരു കോടി പാത്രത്തിൽ വെള്ളം വെച്ചാൽ അതിലൊക്കെ സൂര്യനെ കാണാം. എപ്രകാരമാണോ അത് പ്രതിഫലിക്കുന്നത് അതുപോലെ തന്നെയാണ് ആത്മചൈതന്യം. ഒരേ ഒരു ബ്രഹ്മ ചൈതന്യം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ചൈതന്യം. ആ ചൈതന്യമാണ് നിങ്ങളിലും എന്നിലും ഈ കല്ലിലും പുല്ലിലും ഈ മണ്ണിലും പ്രതിഫലിക്കുന്നത്. അതാണ് ആത്മാവ്. ആത്മാവിന് ജനനമില്ല, മരണമില്ല. അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറിപ്പോകും. നയനം ചിന്തതി ശസ്ത്രാണി നയനം ലഹരി പാവലഹ ഏത് പറഞ്ഞിട്ടുണ്ട്. ദുരന്തമുഖത്ത് നിന്നപ്പോഴാണ് പൂന്താന ഞാനപ്പാൻ എഴുതിയെങ്കിൽ കർമ്മരംഗത്ത് പകച്ചു നിന്നപ്പോഴാണ് ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുത്തത്. രണ്ടിൻ്റെ തത്വം ഒന്ന് തന്നെയാണ്. നിങ്ങൾ ഏത് വേദം എടുത്താലും ഏത് ഉപനിഷത്തെടുത്താലും ഈ പുരാണം എടുത്താലും ഭഗവത്ഗീത എടുത്താലും എല്ലാത്തിൻ്റെ എസൻസ് ലാസ്റ്റ് പറയുന്നത് ഇതാണ്. അന്തിമമായി നമ്മൾ എത്തുന്ന ഈ മേഖല എന്താണ്? ഞാൻ ആരാണ്? ഈ ശരീരമല്ല ഞാൻ. അത് തിരിച്ചറിയുന്നതാണ് ഞാൻ.